2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള സർവേ ഫലങ്ങളായിരുന്നു മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ചില മാധ്യമ സർവേകൾ പറയുന്നു, എന്നാൽ തുറക്കില്ല എന്ന് മറ്റ് ചില മാധ്യമങ്ങൾ. എന്തായാലും 6A+ മണ്ഡലങ്ങളുമായി പ്രചരണത്തിനിറങ്ങിയ BJP ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സാധ്യത പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമാണ്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും വിജയിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് BJP കരുതുന്നത്. എന്നാൽ NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ BDJSന്റെ നേതാവും SNDP യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വ്യത്യസ്തമായ അഭിപ്രായമാണ്. കേരളത്തിൽ 16 സീറ്റുകളിൽ UDF അധികാരത്തിൽ വരുമെന്ന് UDF പാളയങ്ങൾ പറയുമ്പോൾ അത് അക്ഷരം പ്രതി ശരിവയ്ക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്ന മറ്റ് 4 സീറ്റുകൾ എന്നാൽ കോൺഗ്രസ് പറഞ്ഞ സീറ്റുകളല്ല. കോൺഗ്രസിന് തീർച്ചയായും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നായ ആലപ്പുഴയെ പറ്റിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയുന്നത്. ആലപ്പുഴയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആകെ നഷ്ടമായ ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ സിറ്റിംഗ് MP ആയ AM ആരിഫ് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. എന്നാൽ AM ആരിഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു വരണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത്, അടിയുറച്ച തീരുമാനത്തിൻ്റെ പുറത്ത് ആലപ്പുഴയിൽ വളരെ ശക്തനായ ദേശീയ നേതാവായ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ കോൺഗ്രസ് കളത്തിലിറക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ആലപ്പുഴയിൽ കോൺഗ്രസ് ജയിക്കില്ല എന്നാണ്. പ്രചരണ പരിപാടികളിലും സർവേ ഫലങ്ങളിലുമെല്ലാം ആലപ്പുഴയിൽ UDF സീറ്റുറപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ആലപ്പുഴയിൽ KC വേണുഗോപാലിന് അടിതെറ്റുമെന്ന്. കാരണം മറ്റൊന്നുമല്ല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലായിരുന്നു BJPക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിലൊന്ന്. ആ ആറ്റിങ്ങലിൽ മത്സരിച്ച ശക്തയായ സ്ഥാനാർത്ഥിയാണ് NDAക്ക് വേണ്ടി ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കാലങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന് BJPക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടും. അത് ഗുണകരമാകുന്നത് KC വേണുഗോപാലിനായിരിക്കില്ല, പകരം AM ആരിഫിനായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ വൻ വിജയപ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറക്കിയ KC വേണുഗോപാൽ പരാജയപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ആലപ്പുഴയാണ്, മറ്റൊന്ന് കോട്ടയം. സ്വന്തം മകൻ മത്സരിക്കുന്ന കോട്ടയത്ത് NDA വിജയിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. BDJS നേതാവും സ്വന്തം മകനുമായ തുഷാർ വെള്ളാപ്പള്ളിയോട് താൻ പറഞ്ഞിരുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കരുത് എന്ന്. മുന്നണി തീരുമാനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കോട്ടയത്ത് മത്സരിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. ആ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിച്ചാൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് കോട്ടയത്തെ സ്ഥാനാർത്ഥിയായത്. എന്നാൽ SNDPയുടെ 90% വോട്ടുകളും അദ്ദേഹത്തിന് ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അങ്ങനെ വന്നാൽ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് പരാജയം നേരിടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. ആരും പ്രേരിപ്പിച്ചോ പറയാൻ നിർബന്ധിപ്പിച്ചോ വെറുതെ പറയുന്നതോ ഒന്നുമല്ല. 20ൽ 16 ഇടങ്ങളിൽ UDF വിജയിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തരംഗവും മുന്നേറ്റവും UDF ഉണ്ടാക്കും. പക്ഷേ 2019 പോലെ 19 സീറ്റുകളിലായിരിക്കില്ല, പകരം 16 സീറ്റുകളിൽ UDF വിജയിക്കും. UDF വിജയിക്കുവാൻ സാധ്യതയില്ലാത്ത 4 മണ്ഡലങ്ങളായി അദ്ദേഹം പറയുന്നതാണ് ആലപ്പുഴയും കോട്ടയവും, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ. തൃശ്ശൂരിൽ UDF വിജയിക്കില്ല, പക്ഷേ സുരേഷ് ഗോപിയും വിജയിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സുരേഷ് ഗോപി വിജയിക്കുമെന്ന് BJP നേതാക്കന്മാരും NDAയുടെ ഘടകകക്ഷി നേതാക്കന്മാരും ഒക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിൻ്റെ കാരണമായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇങ്ങനെയാണ്: സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനല്ല. ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പല പാളിച്ചകളും അദ്ദേഹത്തിന് തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം CPIയുടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ അവിടെ ശക്തനാണ്. മുരളീധരനും മോശമല്ല. സ്വാഭാവികമായും അടി തെറ്റുക തന്നെ ചെയ്യും സുരേഷ് ഗോപിക്ക്. അതുകൊണ്ട് തൃശ്ശൂരിൽ NDA വിജയിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ
വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ആര് ജയിക്കും തോൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സ്വാഭാവികമായും ചിലപ്പോൾ CPI മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടേക്കാം. 1ഉം 2ഉം UDFും NDAയും വരാം. എന്നാൽ ആരായിരിക്കും ഒന്നാമത് വരുന്നത് എന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. തീരദേശ മേഖലയായ പൊഴിയൂരടക്കമുള്ള സ്ഥലത്തെ ജനങ്ങൾ ആർക്കനുകൂലമായ വിധി നിർണയിക്കുന്നു എന്നതിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആര് പാർലമെന്റിലേക്ക് പോകും എന്നതിൻ്റെ ഉത്തരം ലഭിക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ശശി തരൂരിനും രാജീവ് ചന്ദ്രശേഖരനും അവിടെ ഒരേപോലെ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് പോകുവാൻ ആർക്കാണ് ജനം അനുവാദം നൽകുന്നതെന്ന് അറിയുവാൻ തീരദേശ മേഖലയിലെ വോട്ട് പ്രധാനപ്പെട്ട ഘടകം തന്നെയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ NDA കാര്യമായ രീതിയിലുള്ള വോട്ട് ഷെയർ വർധന ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പക്ഷേ വിജയം അങ്ങനെ കാര്യമായി പറയുവാൻ കഴിയില്ല. ഇപ്പോഴും BJPക്ക് അപ്രാപ്യമായ സംസ്ഥാനമായി തന്നെ ഒരുപക്ഷെ കേരളം നിന്നേക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വോട്ട് ഷെയർ വർധനവ് കൊണ്ടൊന്നും കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലും BJPക്ക് കടന്നു വരുവാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. പിന്നെയും സ്വാധീനവും സാധ്യതയും ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്ത് മാത്രമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് EP ജയരാജൻ BJPയിലേക്ക് പോകുമോ എന്ന വാർത്തയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 26-ാം തീയതി തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന കാര്യമായ രീതിയിൽ ഇടത് വോട്ട് ബാങ്കുകളെ തകർത്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പറയുവാനുള്ളത്. EP ജയരാജൻ അറിയപ്പെടുന്ന ഒരു പാർട്ടി നേതാവാണ്. സ്വാഭാവികമായും മറ്റു പാർട്ടിയിലെ നേതാക്കന്മാരെ കാണുമ്പോൾ അദ്ദേഹം സംസാരിച്ചെന്ന് വരാം. പ്രകാശ് ജാവേദ്കർ എന്ന് പറയുന്ന BJPയുടെ ദേശീയ നേതാവുമായി താൻ സംസാരിച്ചിരുന്നു എന്ന് പാർട്ടിയെ കാലങ്ങളായും അറിയിക്കാതെ ഇരിക്കുന്നത് പാർട്ടിയുടെ വീക്ഷണത്തിൽ തെറ്റു തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. പക്ഷേ EP ജയരാജൻ BJPയിലേക്കൊന്നും പോകുവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർവേ ഏജൻസികളുമൊക്കെ കൂട്ടിയും കിഴിച്ചും ജൂൺ 4 വരെ മുൻപോട്ട് പോകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകളിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയും കോട്ടയവും. തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വന്നേക്കാം, പക്ഷേ അത് പ്രവചനാതീതം തന്നെയാണ്. തരൂരിനും സാധ്യതയുണ്ട് എന്ന് സാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. കോട്ടയത്ത് സ്വന്തം മകൻ വിജയിക്കില്ല, മത്സരിക്കണ്ട എന്ന് പറഞ്ഞിരുന്നതായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ എന്ന കരുത്തനായ വൻമരത്തെ കടപൊഴുകി മലർത്തിയടിക്കുവാൻ ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ സ്ഥാനാർത്ഥിയുടെ കരുത്തുകൊണ്ട് AM ആരിഫിന് സാധിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്തായാലും സർവേ ഫലങ്ങൾക്കെല്ലാം ഇടയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കണക്കുകൂട്ടലുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. UDF വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നതും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുവാൻ സാധ്യതയില്ല എന്ന് പറയുന്നതും രാഷ്ട്രീയ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാകുവാൻ സാധ്യതയേറെയുള്ള 2 കാര്യങ്ങളാണ്. കാത്തിരുന്ന് കാണാം എന്താകും രാഷ്ട്രീയ കേരളത്തിലെ അടുത്ത ചർച്ചയെന്ന്.